നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 7-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2025 ജൂലൈ മാസം 7-ാം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് മിഥുനമാസം 23-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 16-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:13, അസ്തമയ സമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി തിങ്കളാഴ്ച രാത്രി 11:09 വരെ ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച രാത്രി 10:43 അവസാനിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 1:13. അതായത് ചൊവ്വാഴ്ച 1:13 AM എന്ന് പറയുന്ന സമയം വരെയും ഈ അനിഴം നക്ഷത്രം ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ 2025 ജൂലൈ മാസം 7-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച രാത്രി 10:43 അവസാനിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള അല്ലെങ്കിൽ ചൊവ്വാഴ്ച 1:13 AM എന്ന് പറയുന്ന സമയത്താണ് അനിഴ നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. അപ്പോൾ അനിഴ നക്ഷത്രം എപ്പോൾ മുതലാണ് എപ്പോൾ വരെ എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ നക്ഷത്രം കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇനിയും അനിഴ നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് തിങ്കളാഴ്ച ദിവസം ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. തിങ്കളാഴ്ച ദിവസം പൂരുരുട്ടാതി, ഉത്രട്ടാതി, ഉത്രം, ചിത്തിര, പൂയം, ആയില്യം, വിശാഖം ഇത്രയും നാളുകാർക്ക് ജീവിതത്തിൽ അനുകൂലമായ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം. ഈ അനിഴ നക്ഷത്രം അവർക്ക് വളരെയേറെ അനുകൂലമായി സ്വാധീനിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നേട്ടങ്ങൾ ഉണ്ടാകുക. പൂരുട്ടാതി, ഉത്രട്ടാതി, ഉത്രം, ചിത്തിര, പൂയം, ആയില്യം, വിശാഖം എന്നീ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഈ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അപ്പോൾ അവർക്ക് കാര്യവിജയം ഉണ്ടാകും, ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് എല്ലാ തരത്തിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനിയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും, ഈ ലോകത്ത് മനുഷ്യർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകത്തില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു. അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സൂക്ഷിക്കണം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മകം, അത്തം, ചോതി എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും തിങ്കളാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അന്നത്തെ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ ഏർപ്പെടുക. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു ശത്രുത ഉണ്ടാകാം, പ്രതിസന്ധി ഉണ്ടാകാം, പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം വരാം, നമുക്ക് ദേഷ്യം തോന്നാം, ആരുടെ മിണ്ടുന്ന ഇഷ്ടമല്ലാതൊരു അനുഭവം, അങ്ങനെയുള്ള ഓരോ ചിന്താഗതികളൊക്കെ വരാം. അപ്പോൾ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കാം. ഇനിയും തിങ്കളാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ജ്യോതിഷം ശുഭസമയം പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:12 മുതൽ 7:42 വരെ ഉള്ള സമയം ശുഭസമയമാണ്. പിന്നീട് രാഹു ആരംഭിക്കുകയാണ്. 9:12 വരെ രാഹു ഉണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും ആ സമയത്ത് തുടങ്ങാൻ പാടില്ലല്ലോ. യാത്രയൊന്നും തുടങ്ങാൻ പാടില്ല. 10:42 മുതൽ ഉച്ചകഴിഞ്ഞ് 3:12 വരെയും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ ഈ സമയങ്ങൾ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അങ്ങനെ ജീവിത വിജയം നേടുക. ഇനിയും പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 7 ഏതൊരു മാസം 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അപ്പോൾ അവർ എന്ത് ചെയ്യണം? കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. സംഖ്യാജ്യോതിഷപരമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവർ കാത്തിരിക്കുക. ഞാൻ അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പ്രിയപ്പെട്ടവർ കാത്തിരിക്കുക. വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഉടൻ തന്നെ പുറത്തു വരും. ഞാനത് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇനി ഈ അധ്യായത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം
ഈ തിങ്കളാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നിരിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ധനം 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 എന്നുള്ളൊരു ചിന്തയല്ലേ നമുക്കെല്ലാവർക്കും. കാരണം ധനമില്ലെങ്കിൽ നമ്മളെ ഈ ലോകത്ത് എന്തുവാ? നമുക്ക് ധനമില്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തും അല്ലേ? അവരൊക്കെ നമ്മളെ ചവിട്ടി താഴ്ത്തും, നമ്മളെ പരിഹസിക്കും, നിന്ദിക്കും, കൂട്ടത്തില്ല. നമ്മളേതാണ്ട് വലിയൊരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾക്കാരാണെന്നുള്ളൊരു മനോഭാവം അവർക്കുണ്ടാകും. എന്നാൽ ചിലരൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കും, സഹാനുഭൂതി കൊണ്ട് ചേർത്ത് പിടിക്കും, അവർ നമ്മളെ കരകയറ്റാൻ ശ്രമിക്കും. അപ്പോൾ ധനം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ധനമില്ലെങ്കിൽ വലിയ ഒരു അപകർഷതാബോധമോ നിന്നയോ എന്തൊക്കെയോ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ, അതായത് തിങ്കളാഴ്ച ദിവസത്തെ അനിഴ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വിശാഖം, പൂയം, പൂരം, ചിത്തിര, പൂരാടം, അവിട്ടം, ഉത്രാടം, ഭരണി, മകയിരം, അനിഴം. ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. അപ്പോൾ ധനം കൊണ്ടുള്ള ജീവിത വിജയം ഈ നാളുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരുടെ ഒരുപാട് സമയം കളഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ, മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.